വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ് അബീമിസാണ്. മക്കളെ, നമ്മുടെ ബയോളജിയിൽ ലൈഫ് പ്രോസസ് ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണല്ലേ. സോ ആ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, നിങ്ങളിതാ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ അധികം സമയം മിസ് കളയുന്നില്ല, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. നോക്കിക്കേടാ, ഡ്യൂറിങ് ഇൻഹലേഷൻ ദ ഡയഫ്രം ഡാഷ്. ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഡയഫ്രത്തിന് എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എയിൽ റിലാക്സസ് ആൻഡ് മൂവ്സ് അപ്പ്. ഓക്കെ, ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡയഫ്രം റിലാക്സ് ചെയ്യുകയും മുകളിലേക്ക് പോവുകയും ചെയ്യും എന്ന് പറയുന്നു. ഓപ്ഷൻ ബിയിൽ കൺട്രാക്ട് ആൻഡ് മൂവ് ഡൗൺ, കൺട്രാക്ട് ചെയ്തിട്ട് താഴേക്ക് വരും എന്ന് പറയുന്നു. ഓപ്ഷൻ സിയിൽ റെഡ്യൂസ് സ്പേസ് ഇൻ ദ ലങ്സ്, ലങ്സിലെ സ്പേസ് ഡയഫ്രം കുറയ്ക്കും എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡിയിൽ വിൻ പൈപ്പ് ക്ലോസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. സോ ഈ 4 എണ്ണത്തിൽ ഏതാണ് നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ഡയഫ്രത്തിന് വരുന്ന മാറ്റം? ഓപ്ഷൻ ഇ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? നമുക്കറിയാം ഇതാണ് നമ്മുടെ ഡയഫ്രം അല്ലേ. സോ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഒരു ഡോം ഷേപ്പിലായിരിക്കും ഡയഫ്രം ഉള്ളത്. സോ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങോട്ടേക്കാവും, ഇങ്ങനെയാവും അല്ലേ. അപ്പോൾ ഡയഫ്രം കൺട്രാക്ട് ചെയ്യും, മൂവ്സ് ഡൗൺ, താഴേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കറക്റ്റ് ആൻസർ. സോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? കൺട്രാക്ട് ആൻഡ് മൂവ് ഡൗൺ. ഓപ്ഷൻ ബി ആണ് കേട്ടോ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കൺട്രാക്ട് ആൻഡ് മൂവ്സ് ഡൗൺ എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. Which of the following is not a part of digestive system? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടല്ലാത്തത് ശ്രദ്ധിക്കുക, ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ഈസോഫാഗസ് ഉണ്ട്, ഓപ്ഷൻ ബിയിൽ പാൻക്രിയാസ് ഉണ്ട്, ഓപ്ഷൻ സിയിൽ കിഡ്നി ഉണ്ട്, ഓപ്ഷൻ ഡിയിൽ സ്റ്റൊമക്ക് ഉണ്ട്. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതോ ഒന്ന് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടല്ല അല്ലേ. അപ്പോൾ നമുക്കറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുഡ് കഴിക്കുന്നു, അത് ചവച്ചിറക്കുന്നു, അത് ഈസോഫാഗസിലൂടെ അത് താഴേക്ക് എത്തുന്നു, നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നു അല്ലെ. വയറ്റിൽ വെച്ചിട്ട് പകുതി ഡൈജഷൻ ആവുന്നു. സോ നമ്മുടെ ബൈലും പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസും ഒക്കെ അതിൻ്റെ കൂടെ മിക്സ് ആവുന്നു. പകുതി ഡൈജഷൻ കഴിഞ്ഞിട്ട് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു, അവിടെ വെച്ചിട്ട് ബാക്കി ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നു. അതിനുശേഷം ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു, അവസാനം നമ്മൾ രക്തം വഴി കളയുന്നു. ഇത്രയാണ് നമ്മുടെ ഡൈജഷൻ്റെ ഒരു സാരാംശം. അപ്പോൾ ഇവിടെ എവിടെയും നമ്മുടെ ഈസോഫാഗസ് വന്നിട്ടുണ്ട്, പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന പാൻക്രിയാറ്റിക് ജ്യൂസ് വന്നിട്ടുണ്ട്, സ്റ്റൊമക്കിൽ ഡൈജഷൻ്റെ ആദ്യ സ്റ്റേജ് നടക്കുന്നു. പക്ഷെ കിഡ്നി ഇവിടെ എവിടെയും കണ്ടില്ല. കിഡ്നി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് റിലേറ്റഡ് അല്ല അല്ലേ. സോ ഇതിൽ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? നോട്ട് പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി കിഡ്നിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. നോക്കിക്കേടാ, ദ സ്മോൾ ബലൂൺ ലൈക്ക് സാക്സ് ഇൻ ദ ലങ്സ് വേർ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ആർ കോൾഡ് ഡാഷ്. ദ സ്മോൾ ബലൂൺ ലൈക്ക് സാക്സ് ഇൻ ദ ലങ്സ് വേർ ഗ്യാസ് എക്സ്ചേഞ്ച് ഒക്കേർ. നമ്മുടെ ലങ്സിൽ ഒരു ബലൂൺ ലൈക്ക് ആയിട്ടുള്ള സാക്സ് ഉണ്ട്, അവിടെയാണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ബ്രോങ്കൈ എന്നാണോ, ആൽവിയോലയാണോ, വിൻ പൈപ്പ് ആണോ, നേസൽ പാസേജ് ആണോ? നമ്മുടെ ലങ്സിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ബലൂൺ ലൈക്ക് ആയിട്ടുള്ള ഒരു എയർ സാക്സിനെ നമ്മൾ എന്താണ് വിളിക്കുക? ബ്രോങ്കൈ ആണോ, ആൽവിയോലയാണോ, വിൻ പൈപ്പ് ആണോ, നാസൽ പാസേജ് ആണോ? യെസ്, നമുക്കറിയാം ആൽവിയോലയാണ് അല്ലേ. ഓപ്ഷൻ ബി ആൽവിയോലയാണ് ഇതിൽ കറക്റ്റ് ആൻസർ. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ ലങ്സ് ഇൻ റെസ്പിറേറ്ററി സിസ്റ്റം? റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ലങ്സിൻ്റെ പ്രധാന ഫങ്ഷൻ എന്താണ്? ലങ്സിൻ്റെ ഫംഗ്ഷനാണ്. ഓപ്ഷൻ എയിൽ പമ്പ് ബ്ലഡ് ഉണ്ട്, ഓപ്ഷൻ ബിയിൽ അബ്സോർബ് ന്യൂട്രിയൻസ് ഉണ്ട്, ഓപ്ഷൻ സിയിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഉണ്ട്, ഓപ്ഷൻ ഡി ഡൈജസ്റ്റ് ഫുഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലങ്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണോ, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നതാണോ, ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് ആണോ? യെസ്, ഓപ്ഷൻ സി എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലേ. ഓപ്ഷൻ സി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. സോളിഡ് ഫുഡ് മൂവ്സ് ഡൗൺവേർഡ് ഇൻ ദ എലിമെൻ്ററി കനാൽ ബിക്കോസ് ഓഫ് ഡാഷ്. നമ്മളിതാ വിഴുങ്ങിയ ഭക്ഷണം എലിമെൻ്ററി കനാലിൽ നിന്ന് താഴേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഫോഴ്സ് പ്രൊവൈഡഡ് ബൈ ദ മസ്കുലാർ ടങ്. ടങ്ങിൻ്റെ അല്ലെങ്കിൽ മസ്കുലർ ആയിട്ടുള്ള നമ്മുടെ ടങ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് കൊണ്ടാണോ ഭക്ഷണം താഴേക്ക് വരുന്നത്? ഫ്ലോ ഓഫ് വാട്ടർ ടേക്കൺ വിത്ത് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ആ വെള്ളത്തിൻ്റെ ഒഴുക്കിലാണോ ഭക്ഷണം താഴേക്ക് വരുന്നത്? ഗ്രാവിറ്റേഷണൽ പുൾ, ഗ്രാവിറ്റി കാരണമാണോ? ഇൻട്രാക്ഷൻ ഓഫ് മസിൽസ് ഇൻ ദ വേൾ ഓഫ് ഫുഡ് പൈപ്പിൽ മസിൽസിൽ അല്ലെങ്കിൽ ആ വേളിലുള്ള മസിൽസിൻ്റെ കൺട്രാക്ഷൻ കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് താഴേക്ക് വരുന്നത്?
നമുക്കറിയാം ഈസോഫാഗസിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് പൈപ്പിൻ്റെ ഒരു വീവ് ലൈക്ക് മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ, അതിൻ്റെ മസിൽസ് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ വീവ് ലൈക്ക് മൂവ്മെൻറ്റിനെ നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് വിളിക്കുന്നു. സോ ദ കൺട്രാക്ഷൻ ഓഫ് മസിൽസ് ഇൻ ദ വോൾ ഓഫ് ഫുഡ് പൈപ്പ്, അത് കാരണമാണ് ഭക്ഷണം താഴേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം. സോ ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് എക്സലേഷൻ, എക്സൈൽ ചെയ്യുന്ന സമയത്ത് റിബ്സ്, നമ്മുടെ വാരിയെല്ലിൻ കൂടെ റിബ്സിന് എന്താണ് സംഭവിക്കുന്നത്? ഡൗൺ ആൻഡ് ഇൻവേർഡ്സ്. എക്സേൽ ചെയ്യുമ്പോൾ വാരിയെല്ലിൻ കൂടെ താഴേക്കും ഉള്ളിലേക്കും ആവുന്നു. അപ്പ് ആൻഡ് ഇൻവേർഡ്സ്, മുകളിലേക്കും ഉള്ളിലേക്കും ആവുന്നു. ഡൗൺ ആൻഡ് ഔട്ട്വേർഡ്സ്, താഴേക്കും പുറത്തേക്കും ആവുന്നു. അപ്പ് ആൻഡ് ഔട്ട്വേർഡ്, മുകളിലേക്കും പുറത്തേക്കും വരുന്നു. ഇതിൽ ഏതാണ് ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് എക്സേലേഷൻ? ശ്രദ്ധിക്കുക, എക്സേൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാരിയെല്ലിൻ കൂടിന് എന്താണ് സംഭവിക്കുന്നത്? ഇതിൽ ഓപ്ഷൻ ഇ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക? താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് നമുക്കറിയാം എക്സേൽ ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഇങ്ങനെ ഇരുന്ന ഡയഫ്രം എന്താണ് എക്സേൽ ചെയ്യുമ്പോൾ, ഇൻഹേൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഡയഫ്രം എങ്കിൽ എക്സേൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാവും അല്ലെ. നമ്മുടെ അതിൻ്റെ ഉള്ളിൽ തൊറാസിക് ക്യാവിറ്റിയുടെ സ്പേസ് കുറയും എന്നൊക്കെ നമുക്കറിയാം. സോ റിബ്കേജിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.